സകലത്തെയും ഒന്നുമില്ലായ്മയിൽ നിന്നും ഉള്ളതുപോലെ തന്റെ ശക്തിയുള്ള വചനത്താൽ വിളിച്ചു വരുത്തിയ സ്രഷ്ടാവായ ദൈവത്തിന് സ്തുതി, സ്തോത്ര, ബഹുമാനങ്ങൾ ഞാൻ അർപ്പിക്കുന്നു. ദൈവ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ വന്ദനങ്ങളെ ഏവർക്കും അറിയിക്കുകയും ചെയ്യുന്നു. ഒരു പുതിയ നമ്മുടെ അധ്യയന ആഴ്ച ആരംഭിക്കാൻ ദൈവം ഇന്ന് സഹായിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ ദൈവിക പരിപാലനങ്ങൾക്കായി ദൈവത്തിന് സ്തോത്രം. പിന്നെയും നമ്മയെല്ലാം ദൈവം സൂക്ഷിക്കുകയും ദൈവമഹത്വത്തിന് വേണ്ടി നമ്മയൊക്കെ ദൈവം നിലനിർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സഭയും മഹാപീഡനവും എന്ന വിഷയത്തിലേക്ക് വെളിപ്പാട് പുസ്തകം 5-6 അധ്യായങ്ങളുടെ ഇടയിൽ ഒന്ന് കയറിപ്പോകാം. കാരണം 6-ാം അധ്യായം മുതൽ നാം പഠിക്കുന്നത്, അല്ലെങ്കിൽ 6-ാം അധ്യായം മുതൽ നാം കാണുന്നത് ദൈവസഭ എടുക്കപ്പെട്ട ശേഷം ഭൂമിയിൽ നടക്കുന്ന ദൈവിക ന്യായവിധിയുടെ അവസ്ഥകളാണ്. ആ ന്യായവിധി പ്രത്യേകാൽ യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ്. ഒപ്പം ജീവനോടെ ശേഷിക്കുന്ന, സുവിശേഷത്തിൽ വിശ്വസിക്കാതെ ഇരുന്ന ജാതീയ ലോകത്തോടും ഉള്ള ദൈവത്തിന്റെ ഇടപെടലാണ് എന്ന് നമ്മൾ പറഞ്ഞ് അങ്ങ് വിട്ടാൽ പറ്റില്ലല്ലോ. ചോദ്യം ചെയ്യുന്ന പലരും ഉള്ളത് കൊണ്ട് അത് മഹാപീഡനമല്ലെന്നും, അല്ലെങ്കിൽ അത് 70-ാം ആഴ്ചവട്ടമല്ലെന്നും, സഭയും അക്കാലത്ത് ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നും ഒക്കെ പഠിപ്പിക്കുന്ന, അത് നിമിത്തം ആശയക്കുഴപ്പം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ നമ്മൾ അതിനെ അല്പം വിശദമായിട്ടൊന്ന് നോക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 5-6 അധ്യായങ്ങൾക്ക് ഇടയിൽ നമ്മൾ ഈ ഭാഗത്തേക്ക് ഒരല്പം ഏതാനും ദിവസങ്ങളിലേക്കൊന്ന് തിരിയുന്നത്. അതിൽ നിന്ന് ആദ്യം നാം കണ്ടു യേശുക്രിസ്തു വരുമോ ഇല്ലയോ എന്നുള്ളത്. യേശുക്രിസ്തുവിന്റെ വരവ് സംഭവിക്കും എന്നുള്ളതിന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് 10ഓളം ഉറപ്പുകൾ ലഭിച്ചു. വേറെയുമുണ്ട്, എന്നാൽ പ്രധാനപ്പെട്ട ചിലത് നമ്മൾ പങ്കുവെച്ചു എന്ന് മാത്രം. ഇനി അതിന്റെ അടയാളങ്ങളൊക്കെ ഉണ്ട്, അവിടേക്ക് പക്ഷെ നമ്മൾ ഈ സന്ദർഭത്തിൽ പോകുന്നില്ല. ഇനി നമ്മൾ നോക്കുന്നത് 70-ാം ആഴ്ചവട്ടമല്ല വെളിപ്പാട് പുസ്തകം 6 മുതൽ ഉള്ള അധ്യായങ്ങൾ എന്ന് പറയുന്നവരുടെ വാദത്തെ വചനാടിസ്ഥാനത്തിൽ ഒന്ന് പരിശോധിക്കുകയാണ്. അതിന് നമ്മൾ 1-ാം ഭാഗം കണ്ടു. 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ ഒരു ഗ്യാപ്പ് ഇല്ല എന്ന വാദം. എന്നാൽ 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾക്കിടയിൽ ഒരു വിടവ് ഉള്ളതായി നമ്മൾ പഠിച്ചു. അങ്ങനെ ഒരു വിടവ് സാധ്യതയില്ല എന്ന അവരുടെ വാദത്തെയും നമ്മൾ മറ്റു പല ഭാഗങ്ങളിൽ നിന്ന് ഖണ്ഡിച്ചു. എന്ന് പറഞ്ഞാൽ ഉൽപ്പത്തി 1-ാം അധ്യായം 1-2 വാക്യങ്ങൾക്കിടയിൽ തന്നെ ഒരു ദീർഘവർഷങ്ങളുടെ, ഒരുപക്ഷെ കോടിക്കണക്കിന് വർഷങ്ങളിലെ പോലും ഒരു വിടവുണ്ടാകാം. അതുപോലെ യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷയ്ക്കും യേശുക്രിസ്തുവിന്റെ ന്യായാധിപനായുള്ള വരവിനുമിടയിൽ
ഇപ്പോഴത്തെ കണക്കനുസരിച്ച് തന്നെ 2000-ൽ പരം വർഷങ്ങളുടെ ഒരു അകൽച്ചയുണ്ട്. യേശുക്രിസ്തുവിന്റെ ജഡധാരണം, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ, ക്രൂശ് മരണം, യേശുക്രിസ്തുവിന്റെ തേജസ്കരണം, ഇവയെല്ലാം പ്രവാചകൻ ഒരുമിച്ചാണ് പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. യെശയ്യാവിലെ ചില ഭാഗങ്ങൾ മാത്രം നമ്മൾ കണ്ടു. അങ്ങനെ പല ഭാഗങ്ങളുണ്ട്. പക്ഷേ ഒറ്റ വാചകമായി അവയെല്ലാം പ്രവചിക്കപ്പെട്ടിരിക്കുമ്പോഴും നമുക്കറിയാം അതിനിടയിൽ ഈ പറഞ്ഞതുപോലെ ഇന്നത്തെ കണക്കനുസരിച്ച് കുറഞ്ഞത് 2000-ഓളം വർഷത്തെ ഒരു വ്യത്യാസമുണ്ട്. അങ്ങനെ പല ഭാഗങ്ങൾ നാം കാണുന്നത് കൊണ്ട് പുതിയ നിയമത്തിൽ നിന്നും നമ്മൾ കണ്ടു യേശുക്രിസ്തുവിന്റെ ക്രൂശ് മരണവും യേശുക്രിസ്തുവിന്റെ ഉയർപ്പും തേജസ്കരണവും ന്യായവിധിയും ഒക്കെ സംബന്ധിച്ചും ആയിരക്കണക്കിന് വർഷങ്ങളുടെ വ്യത്യാസമുണ്ട്. ആ ഒരു പൊതു തത്വം അനുസരിച്ച് 69-ഉം 70-ഉം ആഴ്ചവട്ടങ്ങൾ, അതായത് ദാനിയേലിന്റെ പുസ്തകം 9-ാം അധ്യായം 24 മുതൽക്കുള്ള വാക്യങ്ങളിൽ കാണുന്ന 70 ആഴ്ചവട്ടങ്ങൾ, അതിലെ 69-നും 70-നും ഇടയിൽ സഭാ കാലയളവ് എന്ന ഒരു വിടവ് ഉണ്ടാകുന്നതിന് തടസ്സങ്ങളൊന്നുമില്ല എന്നതിനെ നമ്മൾ ഈ ഭാഗങ്ങളിലൂടെ സാധൂകരിച്ചു. ഇത്രയുമായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ നോക്കിയത്. എന്തെങ്കിലും സംശയങ്ങൾ ആ ഭാഗങ്ങളിൽ അവശേഷിക്കുന്നെങ്കിൽ ചോദിക്കാനുള്ള അവസരമുണ്ട്. ഇല്ലെങ്കിൽ നമുക്ക് തുടർന്ന് അടുത്ത തെളിവുകളിലേക്ക് പോകാം. ഒന്നും ഇല്ല. എങ്കിൽ നാം അടുത്തതായിട്ട് നോക്കുന്നത് 70 ആഴ്ചവട്ടങ്ങൾ അവസാനിച്ചോ എന്നുള്ളതാണ്. 70-ാം ആഴ്ചവട്ടം എന്ന് നമ്മൾ ഇപ്പോൾ പറയുന്നില്ല. ഇസ്രായേലിനു വേണ്ടിയിട്ട് ദൈവം അനുവദിച്ച, മാറ്റിവെച്ച 70 ആഴ്ചവട്ടങ്ങളുടെ കാലഘട്ടം അവസാനിച്ചുവോ? അവസാനിച്ചെങ്കിൽ വെളിപ്പാട് പുസ്തകം 6 മുതൽക്കുള്ള അധ്യായങ്ങളിലെ കാര്യങ്ങൾ നമ്മൾ പറയുന്നത് പോലെ അല്ല, അവര് പറയുന്നത് പോലെയാണെന്ന് നമുക്ക് അംഗീകരിക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം മുതൽ 18-ാം അധ്യായം വരെ 70-ാം ആഴ്ചവട്ടത്തെ സംഭവങ്ങളാണ്. അത് സഭയുടെ ഉൽപ്രാവണത്തിന് ശേഷം നടക്കുന്ന കാര്യങ്ങളാണ് എന്ന് പറയുവാൻ നമ്മൾ വിശ്വസിക്കുന്നു. 70-ാം ആഴ്ചവട്ടം ഇനിയും ബാക്കിയുണ്ട്. കാരണം 69 ആഴ്ചവട്ടങ്ങൾ മാത്രമേ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ. 70 ആഴ്ചവട്ടങ്ങൾ പൂർണ്ണമായിട്ടില്ല. അതിനിപ്പം നമ്മൾ പറയുന്നത് കൊണ്ട്, പാരമ്പര്യമായി നമ്മൾ വിശ്വസിക്കുന്നത് കൊണ്ടോ, നമ്മുടെ അപ്പച്ചന്മാരൊക്കെ അങ്ങനെ പ്രസംഗിച്ചത് കൊണ്ടോ അത് വിശ്വസിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. നമുക്കതിനെ നിഷ്പക്ഷതയോടെ നോക്കാം. അങ്ങനെയാണോ അതോ ആധുനികമായി ചിലർ പറയുന്നത് പോലെയാണോ? അതുകൊണ്ടാണ് ഈ ചോദ്യം ചോദിച്ചത്. 70 ആഴ്ചവട്ടങ്ങൾ പൂർണ്ണമായിട്ടുണ്ടോ? ആരെങ്കിലും അതിനെക്കുറിച്ച് നോക്കിയിട്ടുണ്ടോ? പൂർണ്ണമായിട്ടില്ല. എന്തുകൊണ്ട് എന്നും കൂടെ പറയണം, എങ്കിലേ അത് നമുക്ക് 69-ാമത്തെ ആഴ്ചവട്ടം എത്തിയപ്പോൾ അഭിഷിക്തം ഛേദിക്കപ്പെട്ടു. ഇനി ഒരു ആഴ്ചവട്ടം അവർക്ക് ബാലൻസ് ഉണ്ട്. ആ 69-ാം ആഴ്ചവട്ടത്തോട് ചേർന്ന് ആ 70-ാമത്തെ ആഴ്ചവട്ടവും തീർന്നു എന്ന് അവർ വിശ്വസിക്കുന്നത് നമുക്ക് അംഗീകരിച്ചുകൂടെ? സഭായുഗമാണിത്.
അതെ, സഭായുഗം എന്നൊന്നും അവിടെ നമ്മൾ കാണുന്നില്ല. അതൊക്കെ നമ്മൾ പറയുന്നതേ ഉള്ളൂ. ആ ഭാഗത്ത് അങ്ങനെയൊന്നും കാണുന്നില്ല. അല്ല, അധർമ്മത്തിന്റെ മൂർത്തി ഇതുവരെ വെളിപ്പെട്ടിട്ടില്ലല്ലോ, അതുകൂടെ വെളിപ്പെടണ്ടായോ? അത് AD 70 തീത്തോസ് കൈസർ യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കിയപ്പോൾ, ഇടിച്ചു കളഞ്ഞപ്പോൾ സംഭവിച്ചു എന്ന് നമുക്ക് വിശ്വസിച്ചുകൂടെ? അതുമല്ലെങ്കിൽ അതിനു മുൻപ് BC 2-ാം നൂറ്റാണ്ടിൽ, ഏതാണ്ട് BC 164 ആ കാലഘട്ടത്തിൽ, യേശു ക്രിസ്തുവിന് മുമ്പ് 160-കളിൽ, അതായത് ക്രിസ്തുവിന് മുമ്പ് 2-ാം നൂറ്റാണ്ടിൽ ആന്തിയോക്കസ് എപ്പിഫാനസ് എന്ന് പറയുന്ന ഒരു സിറിയൻ രാജാവ് യെരുശലേം ദേവാലയത്തെ അശുദ്ധമാക്കി. അവിടെ മ്ലേച്ഛ വിഗ്രഹങ്ങൾ സ്ഥാപിച്ചു, അല്ലെങ്കിൽ പന്നിയെ യാഗം കഴിച്ച് ദേവാലയത്തെ അശുദ്ധമാക്കി, ആരാധന നിർത്തലാക്കി. ദാനിയേൽ 9:27 പറയുന്നത് പോലെ അവിടെ യെരുശലേം ദേവാലയത്തിൽ യഹോവയ്ക്ക് കഴിച്ചിരുന്ന യാഗങ്ങൾ നിർത്തലാക്കി. യെരുശലേം ദേവാലയത്തിന്റെ നിയന്ത്രണം ആ ദുഷ്ടനായ രാജാവ് ഏറ്റെടുത്തു, ആന്തിയോക്കസ് എന്ന് പറയുന്ന രാജാവ്. അപ്പോൾ ചിലർ വിശ്വസിക്കുന്നു ദാനിയേൽ 9-ാം അധ്യായത്തിൽ 70-ാമത്തെ ആഴ്ചവട്ടത്തിൽ നടക്കേണ്ടതായ കാര്യങ്ങൾ അന്ന് യേശുക്രിസ്തുവിന്റെ ജനനത്തിനു മുമ്പേ ഈ ആന്തിയോക്കസ് എപ്പിഫാനസിന്റെ ഭരണകാലത്ത് നടന്നു വന്നു. മറ്റു ചിലർ വിശ്വസിക്കുന്നു ഇനി അന്ന് നടന്നില്ലെങ്കിലും AD 70 ദേവാലയം ഇടിച്ച് നിരത്തപ്പെട്ടതിലൂടെ അത് പൂർണ്ണമായി എന്ന്. അല്ല, അന്നേരം നമ്മൾ ഈ പറയുന്ന 1000 ആണ്ട് വാഴ്ച എവിടെ പോയി? 1000 ആണ്ട് വാഴ്ച ഇനിയും വന്നോളൂ. യേശു ക്രിസ്തു വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ഭരിച്ചോളൂ. അത് ഈ 70-ാം ആഴ്ചവട്ടത്തോട് ചേർന്ന് വേണമെന്ന് അവിടെ അല്ല, നിർബന്ധമൊന്നും അവര് പറയത്തില്ല. കാത്തിരിക്കുന്ന മശിഹ വന്നിട്ടില്ലല്ലോ. അവരെല്ലാരും ഒരു മശിഹയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ. കാത്തിരിക്കുന്നുണ്ട്. ആ മശിഹ വരുമെന്നും അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് സഭ എടുക്കപ്പെട്ട 7 കൊല്ലം കഴിഞ്ഞിട്ട് വരുമെന്നല്ല അവർ വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നത് ആ 1000 ആണ്ട് വാഴ്ചയ്ക്ക് മുമ്പ് യേശു 7 കൊല്ലം മുമ്പെങ്കിലും വരും, നമ്മളെ എല്ലാവരെയും, സഭയെ അങ്ങ് സ്വർഗത്തിൽ കൊണ്ടുപോകും. അവിടെ വെച്ച് നമ്മുടെ പ്രവൃത്തികളുടെ ന്യായവിധി ഉണ്ടാവും, പ്രതിഫല വിഭജനം ഉണ്ടാകും, കുഞ്ഞാടിന്റെ കല്യാണം അവിടെ വെച്ച് നടക്കും. അത് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് മണവാളനും മണവാട്ടിയും കൂടെ ഭൂമിയിലേക്ക് തേജസ്സോടെ ഇറങ്ങി വരും, ഇവിടെ 1000 ആണ്ട് വാഴ്ചയൊക്കെ നടത്തും എന്നൊക്കെ നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷെ അവർ പറയുന്നു ആ ഇടയ്ക്കത്തെ ഒരു പരിപാടി മാത്രം ഇല്ല. യേശു വരും, സഭയെടുക്കും, പക്ഷെ ഇവിടെ 1000 ആണ്ട് വാഴ്ചയൊക്കെ കർത്താവ് നടത്തും. അതൊന്നും നിഷേധിക്കാത്ത ഒരു കൂട്ടരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇതിലൊക്കെ ഒത്തിരി പല വിഭാഗങ്ങളുണ്ട്. അതിൽ സത്യത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കൂട്ടരെയാണ് നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്. 1000 ആണ്ട് വാഴ്ച നിഷേധിക്കാത്തവരും, പിന്നെ മഹാപീഡന കാലം നിഷേധിക്കാത്തവരും, യേശുവിന്റെ വരവ് നിഷേധിക്കാത്തവരും ഒക്കെയായ ഒരു കൂട്ടരാണ് പറയുന്നത് ഈ 70-ാം ആഴ്ചവട്ടം എന്നൊന്നില്ല, അത് ഓൾറെഡി പൂർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞോ ഇല്ലയോ എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അല്ല, അങ്ങനെ 2-ാം ദേവാലയത്തിൽ ആ എതിർക്രിസ്തു വന്നെങ്കിൽ പിന്നെ ഇങ്ങനെ യഹൂദന്മാർ ഇപ്പോൾ എന്തിനാ 3-ാമത്തെ ദേവാലയത്തിന് വേണ്ടി അവർ കോപ്പ് കൂട്ടുന്നത്? രണ്ടാമത്തേന്നും മൂന്നാമത്തേതെന്നും നമ്മൾ ചിന്തിക്കുന്നു. ബൈബിൾ അങ്ങനെ രണ്ടാമത്തേന്നും മൂന്നാമത്തേതെന്നും പറയുന്നില്ല. യെരുശലേം ദേവാലയത്തിൽ എന്ന് മാത്രമേ ഉള്ളൂ. യെരുശലേം ദേവാലയത്തിൽ അത് എപ്പോൾ എന്നുള്ളതിനെ പറ്റിയും പറയുന്നില്ല. അതുകൊണ്ട് രണ്ടാമത്തെയോ മൂന്നാമത്തെയോ എന്നുള്ളത് നമ്മൾ വ്യാഖ്യാനിച്ചു വരുമ്പോൾ അതിനെ കാണുന്നു. അവർ പറയുന്നു മറ്റേതിൽ ഓൾറെഡി കഴിഞ്ഞു. തീർച്ചയായിട്ടും യഹൂദന്മാർ കാത്തിരിക്കുന്നു. യഹൂദന്മാർക്ക് ഒരു വീണ്ടെടുപ്പുണ്ട്, അല്ലെങ്കിൽ അവരുടെ ഒരു യഥാസ്ഥാപനമുണ്ട്. പക്ഷെ അതും ഇതുമായിട്ട് അവര് ബന്ധിപ്പിക്കുന്നില്ല. ഈ 70 ആഴ്ചവട്ടത്തിലുള്ളതല്ല ഈ അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുന്നു
എന്നുള്ള ആ ഒരു പ്രവചനം കൂടെ നിവൃത്തിയാകേണ്ടത് ബാക്കിയുണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്ക് എളുപ്പ വഴി എന്ന് പറയുന്നത് 70-ാം ആഴ്ചവട്ടം പൂർത്തിയായോ അല്ലെങ്കിൽ 70 ആഴ്ചവട്ടങ്ങൾ കഴിഞ്ഞു പോയോ എന്ന് കാണാൻ ഏറ്റവും എളുപ്പ വഴി ഒറ്റ വാക്യം നമ്മൾ നോക്കിയാൽ മതി. ഒന്നും കൂടെ നമുക്ക് 24-ഉം 25-ഉം വാക്യങ്ങളൊന്ന് വായിക്കാം. ദാനിയേൽ 9. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ 24 വായിക്കുന്നത്. 24 മുതൽ വായിച്ചു ഷീല സിസ്റ്റർ. അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാനും അകൃത്യത്തിന് പ്രായശ്ചിത്തം ചെയ്ത് നിത്യനീതി വരുത്തുവാനും ദർശനവും പ്രവചനവും മുദ്രയിടുവാനും അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാനും തക്കവണ്ണം നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ അറിഞ്ഞ് ഗ്രഹിച്ചു കൊള്ളേണ്ടത് എന്തെന്നാൽ യെരൂശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം കൊണ്ട് അതിനെ വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ വീണ്ടും പണിയും. 62 ആഴ്ചവട്ടം കഴിഞ്ഞിട്ട് അഭിഷക്തൻ ഛേദിക്കപ്പെടും, അവനെ ആരുമില്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കും. അവന്റെ അവസാനം ഒരു പ്രളയത്തോടെ ആയിരിക്കും. അവസാനത്തോളം യുദ്ധമുണ്ടാകും, ശൂന്യങ്ങളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. വായിക്കണോ? വേണ്ട, മലയാളത്തിൽ 24-ാം വാക്യം മാത്രം മതിയാവും. 70 ആഴ്ചവട്ടങ്ങൾ നിവർത്തിയായോ, പൂർത്തിയായോ, അവസാനിച്ചോ എന്നുള്ളതിന് ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി. 70 ആഴ്ചവട്ടങ്ങൾ ദൈവം എന്തിനു വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത്? എന്താണ് അതിന്റെ ഉദ്ദേശം? The purposes of 70 weeks. God appointed this 70 week or 70 weeks for a certain purposes. ഈ 70 ആഴ്ചവട്ടങ്ങൾ ദൈവം നിയമിച്ചിരിക്കുന്നത് ചില ഉദ്ദേശങ്ങളുടെ നിവൃത്തിക്ക് വേണ്ടിയാണ്. അതിൽ ഓർക്കണം, ആദ്യം നാം ഓർക്കേണ്ട 3 കാര്യങ്ങൾ, പിന്നെ നാം ഓർക്കേണ്ട 6 കാര്യങ്ങൾ. അങ്ങനെ 3 + 6 9 കാര്യങ്ങൾ ഓർക്കുക. ഒന്നാമത്തെ കാര്യം, ആദ്യത്തെ 3 എണ്ണം. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ 70 ആഴ്ചവട്ടങ്ങളുടെ നിയമനം ആർക്ക് വേണ്ടിയാണ്? For whom these 70 weeks are appointed? The Jews. നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും. ദാനിയേലിനോട് പറയുമ്പോൾ for your people and for the holy city. Your people, നിന്റെ ജനം എന്ന് ദാനിയേലിനോട് പറയുമ്പോൾ ഇസ്രായേൽ ജാതി. വിശുദ്ധ നഗരം എന്ന് പറയുമ്പോൾ യെരൂശലേം. ആദ്യത്തെ 3 കാര്യങ്ങൾ. 1, ഈ 70 ആഴ്ചവട്ടങ്ങളുടെ നിയമനം സഭയ്ക്കോ ജാതികൾക്കോ വേണ്ടിയല്ല, ഇസ്രായേലിന് വേണ്ടി മാത്രമാണ്. എക്സ്ക്ലൂസീവ്ലി ഫോർ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. ഇസ്രായേലിന് വേണ്ടി മാത്രം. 2, നോട്ട് ഫോർ ദ ഹോൾ വേൾഡ് ബട്ട് specifically, particularly for Jerusalem city. യെരൂശലേം എന്ന വിശുദ്ധ നഗരത്തിന് വേണ്ടി മാത്രം. അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവയെല്ലാം സംഭവിക്കേണ്ടത്. 3, ultimately for the final restoration of Israel. Last and final restoration of Israel.
ഇസ്രായേലിന്റെ അന്തിമമായ യഥാസ്ഥാപനത്തിന് വേണ്ടി. ഈ 3 കാര്യങ്ങൾ നാം ആദ്യം ഓർക്കുക. സഭയ്ക്ക് വേണ്ടിയല്ല, യഹൂദേതരരായ ജാതികൾക്ക് വേണ്ടിയല്ല, ലോകത്തിലെ മറ്റേതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് വേണ്ടിയല്ല. ഈ 70 ആഴ്ചവട്ടങ്ങളുടെ നിയമനം ആത്യന്തികമായും പ്രത്യേകമായും ഇസ്രായേൽ എന്ന ജാതിക്ക് വേണ്ടി, 2 യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന് വേണ്ടി, 3 എന്താണ് ആത്യന്തിക ലക്ഷ്യം? ഇസ്രായേലിന്റെ യഥാസ്ഥാപനം. പശ്ചാത്തലം നമുക്കറിയാം. ദാനിയേൽ 9-ാം അധ്യായത്തിന്റെ ആദ്യ വാക്യങ്ങളിൽ യിരെമ്യാ പ്രവചന പുസ്തകം ദാനിയേൽ വായിക്കുകയായിരുന്നു. ഇന്നത്തെ പോലെ വേദപുസ്തക ഗ്രന്ഥങ്ങൾ ലഭ്യമല്ലാതിരുന്ന കാലഘട്ടം. ഇഷ്ടമുള്ളപ്പോ വന്നപ്പോ ഒരു സെറോക്സ് കോപ്പി, ഒരു ഫോട്ടോ കോപ്പി എടുത്ത് വെക്കാൻ പറ്റുന്നതോ ഒരു ഡിജിറ്റൽ കോപ്പി വാട്സപ്പ് ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമായ കാലഘട്ടമായിരുന്നില്ലല്ലോ. നമ്മുടെയൊക്കെ പണ്ട് നെല്ല് ചിക്കുന്ന പായ പോലെയുള്ള, അല്ലെ നമ്മുടെയൊക്കെ ബെഡ്ഷീറ്റ് പോലെ, അല്ലെ നമ്മുടെയൊക്കെ ഹോളുകളിൽ പ്രാർത്ഥനയ്ക്ക് വിരിക്കുന്ന ദറി പോലെയുള്ള വലിയ തുകൽ ചുരുളുകളിലായിരുന്നല്ലോ ഈ ഗ്രന്ഥങ്ങളൊക്കെ പകർത്തി എഴുതിയിരുന്നത്. വളരെ ചുരുക്കമായി മാത്രമേ ഈ തുകൽ ചുരുളുകളിൽ എഴുതപ്പെട്ട വിശുദ്ധ രേഖകൾ ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ തിരുവെഴുത്തുകൾ. ഏതായാലും ഒരുപക്ഷെ ദാനിയേൽ യിരെമ്യാവിന്റെ ആ പുസ്തകം ആദ്യമായിട്ടായിരിക്കാം വായിക്കുന്നത്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം അത് കണ്ടിട്ടില്ല. അപ്പോഴേക്കും ദാനിയേലും കൂട്ടരും ബാബിലോണിൽ ഏതാണ്ട് 70ഓളം വർഷങ്ങൾ പ്രവാസത്തിൽ കഴിഞ്ഞിരുന്നു. 68-69 വർഷങ്ങൾ പൂർത്തീകരിക്കുന്ന സമയത്താണ് ദാനിയേൽ യിരെമ്യാവിന്റെ പുസ്തകം വായിക്കുന്നത്. അപ്പോഴേക്കും ബാബിലോണിന്റെ ഭരണകാലം കഴിഞ്ഞു, പേർഷ്യൻസിന്റെ ഭരണകാലം തുടങ്ങി. അല്ലെ, അങ്ങനല്ലേ 9-ന്റെ ആദ്യം വായിക്കുന്നത്? 9-ന്റെ തുടക്കം. കൽദയ രാജ്യത്തിന് രാജാവായി തീർന്നവനും മേദ്യ സന്തതിയിൽ ഉള്ള അഹശ്വേരോശിന്റെ മകനുമായ ദാര്യാവേശിന്റെ 1-ാം ആണ്ടിൽ. അപ്പോഴേക്കും ബാബിലോണിയ ഭരണം കഴിഞ്ഞു, മേദ്യ പേർഷ്യ ഭരണം ഏറ്റുകഴിഞ്ഞു. മേദ്യ പേർഷ്യക്കാരാണ് ഇസ്രായേലിനെ യെരുശലേമിലേക്ക് മടക്കി അയക്കുന്നത് പ്രവാസത്തിൽ നിന്ന്. അപ്പോൾ ഏതാണ്ട് 70 വർഷം പൂർത്തീകരിക്കാറായ സമയത്താണ് ദാനിയേൽ എന്തറിയുന്നത്? യഹൂദയുടെ ബാബേൽ പ്രവാസം 70 വർഷമാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, നമുക്ക് മനസ്സിലാകുമല്ലോ. അപ്പം ബാബിലോണ്യ പ്രവാസം 70 വർഷമാണ്. അതിനുശേഷം അവർക്ക് അവിടെ നിന്നും യെരുശലേമിലേക്ക് ഒരു തിരികെ പോക്കുണ്ട്, ഒരു സ്വാതന്ത്ര്യമുണ്ടെന്ന് യിരെമ്യാവ് മുഖാന്തരം ദൈവം അരുളി ചെയ്തത് ദാനിയേൽ വായിച്ചറിഞ്ഞു. ആ 70 വർഷം പൂർത്തീകരിക്കാറായ ഒരു കാലഘട്ടം. ദാനിയേൽ വയസ്സനായി കേട്ടോ. ദാനിയേലിന് ഈ സമയത്ത് 90 വയസ്സിനടുത്ത് പ്രായം കാണും. ഏകദേശം 70 വർഷം ബാബിലോണിൽ തന്നെയായി. 15-17 വയസ്സ് പ്രായമുള്ള സമയത്താകാം ദാനിയേലും കൂട്ടരും ടീനേജേഴ്സായിട്ട്, കൗമാരക്കാരായി ബാബിലോണിലേക്ക് കൊണ്ടുപോകപ്പെടുന്നത്. അങ്ങനെ ആകുമ്പം ഒരു 70-ഉം 15 വയസ്സ് കൂട്ടിക്കോ. 70-ഉം 15-ഉം 85 വയസ്സിൽ പരം പ്രായമുള്ള ഒരു അപ്പച്ചനാണ് ഷണ്ണനാക്കപ്പെട്ട, കുടുംബമൊന്നും ഇല്ലാതെ രാജകീയ സേവനത്തിൽ കഴിയുന്ന ദാനിയേൽ.
അതുകൊണ്ട് അദ്ദേഹത്തിന് മരിക്കുന്നത് വരെ രാജകീയമായ നിലയിൽ ഈ ബാബിലോണിൽ അല്ലെങ്കിൽ മേദ്യ പേർഷ്യ സംസ്ഥാനത്ത് കഴിയാം. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് മുഴുവനും തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടിയും യെരുശലേമിന് വേണ്ടിയും യെരുശലേം ദേവാലയത്തിന് വേണ്ടിയും ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ദാനിയേൽ ഈ 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞ് ഇവരുടെ മോചനത്തെ കുറിച്ച് ദൈവത്തിന്റെ അരുളപ്പാട് അറിഞ്ഞപ്പോൾ എന്തെന്നില്ലാതെ സന്തോഷിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. 9-ാം അധ്യായത്തിന്റെ ആദ്യം, ദൈവമേ, അങ്ങ് അരുളി ചെയ്തതുപോലെ നിന്റെ ജനത്തെ ഈ 70 വർഷം കഴിയുമ്പം തിരിച്ചയക്കണേ. ഞങ്ങളുടെ ആരുടെയും പിതാക്കന്മാരുടെയും പാപങ്ങളൊന്നും അതിന് തടസ്സമാകരുതേ. അങ്ങനെ യെരൂശലേമിന് വേണ്ടിയും ഇസ്രായേലിന് വേണ്ടിയും നിസ്വാർത്ഥമായ ആഗ്രഹം ദാനിയേലിനുണ്ടായതുകൊണ്ട് ദൈവത്തിന് തോന്നി ഇവൻ തന്നെയാണ് ഇസ്രായേലിനെ കുറിച്ചുള്ള എൻ്റെ മുഴു പദ്ധതികളും ഞാൻ അറിയിക്കാൻ പറ്റിയ ആള്. അതുകൊണ്ട് ദൈവം 20-ാം വാക്യം മുതൽ പറഞ്ഞു, ദാനിയേലേ, നീ ഇപ്പം യിരെമ്യാവിലൂടെ അറിഞ്ഞത് ബാബിലോണിൽ നിന്ന് 70 വർഷം കഴിഞ്ഞുള്ള മോചനത്തെ കുറിച്ചാണ്. പക്ഷേ നീ അറിയുക, നിന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി എൻ്റെ കലണ്ടറിൽ, എൻ്റെ ടൈം ടേബിളിൽ 70 വർഷമല്ല ഉള്ളത്, 70 ആഴ്ചവട്ടമാണുള്ളത്. ആ 70 ആഴ്ചവട്ടത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കേണ്ടത്, അതിന്റെ വിവരണങ്ങളും ദാനിയേലിന് ദൈവം കൈമാറി. അപ്പോൾ ആദ്യത്തെ 3 കാര്യങ്ങൾ മനസ്സിലായല്ലോ. 70 ആഴ്ചവട്ടങ്ങളുടെ ആദ്യത്തെ 3 ഉദ്ദേശങ്ങൾ: ഇസ്രായേലിന് വേണ്ടി, യെരൂശലേമിന് വേണ്ടി, ഇസ്രായേലിന്റെ അന്തിമമായ യഥാസ്ഥാപനത്തിന് വേണ്ടി. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണല്ലോ. ഓക്കെ, എങ്കിൽ അടുത്ത 6 കാര്യങ്ങൾ, the key purposes of these 70 weeks, or what all things to be taken place or achieved during these 70 weeks. ഈ 70 ആഴ്ചവട്ടങ്ങളിൽ എന്തൊക്കെയാണ് നേടേണ്ടത്, ആത്യന്തികമായി എന്തെല്ലാം ഉദ്ദേശമാണുള്ളത് എന്ന് 24-ാം വാക്യത്തിൽ, മലയാളത്തിൽ 24-ാമത്തെ വാക്യത്തിൽ 6 കാര്യങ്ങൾ പറയുന്നു. ഈ 6 കാര്യങ്ങളാണ് ഈ 70 ആഴ്ചവട്ടം കൊണ്ട് സംഭവിക്കേണ്ടത്. നമുക്ക് ഈ 70 ആഴ്ചവട്ടങ്ങൾ പൂർത്തിയായോ എന്നറിയാൻ ഈ 6 കാര്യങ്ങളൊന്ന് നോക്കിയാൽ മതി. ഈ 6 കാര്യങ്ങളും ആരുമായി ബന്ധപ്പെട്ടാണ്? ഇസ്രായേലുമായി ബന്ധപ്പെട്ട. എന്തൊക്കെയാണ് 6 കാര്യങ്ങൾ? 1, to finish and to put an end to transgression. നമ്മുടെ വായിക്കുന്നു, അതിക്രമത്തെ തടസ്സം ചെയ്യുക. To finish the transgression. എന്താ ഈ അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്ന് പറയുന്നത്? മലയാളത്തിൽ അതിക്രമത്തെ തടസ്സം ചെയ്യുക എന്ന്, ഇംഗ്ലീഷിൽ നമുക്ക് കുറച്ചും കൂടെ വ്യക്തമാണത്. തടസ്സം ചെയ്യുക എന്നല്ല, അത് ട്രാൻസ്ലേഷനിലെ ഒരു ചെറിയ പോരായ്മയാണ്. മലയാളം ട്രാൻസ്ലേഷൻ to finish or to put an end to transgression. അതിക്രമത്തിന് അന്തം വരുത്തുക എന്നർത്ഥം.
അതിക്രമത്തിന് അന്തം വരുത്തുക. ആരുടെ അതിക്രമത്തെയാണ് തടസ്സം ചെയ്യേണ്ടത്? മനുഷ്യരുടെ മനുഷ്യരുടെ അല്ല, യഹൂദന്മാരുടെ യഹൂദന്മാർ യഹൂദന്മാരുടെ, ഇസ്രായേല്യരുടെ. അതുകൊണ്ട് ആദ്യമേ തന്നെ നമ്മൾ പറഞ്ഞത് നിന്റെ ജനത്തിനും യെരൂശലേമിനും വേണ്ടി, ഇസ്രായേലിനും യെരൂശലേമിനും വേണ്ടിയുള്ള പദ്ധതികളാണിത്. അപ്പോൾ ഈ 70 ആഴ്ചവട്ടങ്ങൾ പൂർത്തീകരിക്കുന്നതിലൂടെ ഈ 6 കാര്യങ്ങൾ നിറവേറിയിരിക്കണം. ഒന്ന്, ഇസ്രായേൽ ജാതിയുടെ അതിക്രമം ഇനിമേലിൽ അവരുടെ മേൽ കണക്കിടാതെ ഇരിക്കണം. എന്താണ് ഇസ്രായേലിന്റെ അതിക്രമം? ന്യായപ്രമാണത്തെ അനുസരിക്കുന്നില്ലാത്താണോ? അല്ല, ജീവനായനെ തള്ളിക്കളഞ്ഞത്. ജീവദായകനായ ക്രിസ്തുവിനെ അവർ ഉപേക്ഷിച്ചു. ഡിസ്പൈസിങ് ദ മെസ്സായ. ഏറ്റവും ഒടുവിലും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടല്ലോ, 6 കോടതികളിൽ യേശു വിസ്തരിക്കപ്പെട്ടത്. 5 കോടതികൾ നമുക്ക് പരിചയമുള്ളതാ. 6ാമത്തെ കോടതി നമ്മൾ കഴിഞ്ഞ ആഴ്ചയാണ് അതിനെപ്പറ്റി കണ്ടത്. പൊതുജനത്തിന്റെ കോടതി. ആ പൊതുജനം ഇസ്രായേലിലായിരുന്നല്ലോ, യഹൂദന്മാരല്ലാത്തവരല്ല, ജാതികളുടെ മുമ്പിലല്ല യേശുവിനെ വിസ്തരിച്ചത്. മഹാപുരോഹിതന്മാര് കൂട്ടിവരുത്തിയിരുന്ന യഹൂദ പുരുഷാരമായിരുന്നു. അവരുടെ മുമ്പിൽ യേശുവിനെ പീലാത്തോസ് പല പ്രാവശ്യം നിർത്തി. ചാട്ട കൊണ്ട് അടിക്കുന്നതിന് മുമ്പും ചാട്ട കൊണ്ട് അടിച്ച് യേശുവിനെ വികൃതമാക്കിയ ശേഷവും പബ്ലിക്കിന്റെ മുമ്പിൽ, പൊതുജനത്തിന്റെ മുമ്പിൽ യേശുവിനെ നിർത്തി. നിങ്ങളുടെ രാജാവ് എന്ന് പറയുന്ന ഈ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? അവരൊരുമിച്ച് പറഞ്ഞു, അവനെ ക്രൂശിക്കാം. കുലപാതകനായവനെ, പത്രോസിന്റെ ഭാഷയാ, കൊലപാതകനായവനെ വിട്ടുതരിക, നീതിമാനായവനെ ക്രൂശിക്കാം. ബറബ്ബാസ് എന്ന ഒരു, ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഭീകരവാദിയെ, ബറബ്ബാസ് എന്ന റോമൻ ഗവൺമെന്റിന് വിരോധമായി ഭീകരവാദ പ്രവർത്തനം നടത്തിയ വ്യക്തിയെ ഞങ്ങൾക്ക് വിട്ടുതരിക, സ്വതന്ത്രനാക്കുക. പക്ഷേ ഈ യേശു എന്ന് പറയുന്നയാളിനെ ക്രൂശിക്കാം. ഒന്നല്ല, മിനിമം കുറഞ്ഞത് 3 പ്രാവശ്യം യേശുവിനെ അങ്ങനെ അവർ തള്ളിപ്പറഞ്ഞു. ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പീലാത്തോസ് പറഞ്ഞ് കൈ കഴുകിയപ്പോഴും അവര് പറഞ്ഞത്, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അപ്പോൾ അവരുടെ അതിക്രമം ആ ന്യായപ്രമാണം അനുസരിക്കാഞ്ഞത് മുതൽ ഇങ്ങോട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയ അവരുടെ അതിക്രമം എന്ന് പറയുന്നത് മശിഹായെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ്. സ്തോത്രം. ഫാസ്റ്റ് ഒരു ഡൗട്ട്. അപ്പം അത് 70 ആഴ്ചവട്ടം ഇവർക്ക് പറയുന്നത് ദാനിയേലിനോടല്ലേ? അപ്പൊ അഭിഷിക്തം ഛേദിക്കപ്പെട്ടിട്ടില്ലല്ലോ, അന്ന് മശിഹ വന്നിട്ടില്ലല്ലോ. അതുകൊണ്ട് അല്ല, അതിന് മുമ്പ് ദാനിയേലിനോടല്ലേ പ്രവചനം പറയുന്നേ? പ്രവചനം സംഭവത്തിന് മുമ്പ് പറയുന്നതാണല്ലോ.
അപ്പം ഈ 70 ആഴ്ചവട്ടം അവർക്ക് നിയമിച്ചപ്പോൾ അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇല്ല, അത് പ്രവചനമായിരുന്നു. അപ്പൊ അത് ഈ അവർക്ക് കൊടുത്ത ന്യായപ്രമാണം അനുസരിക്കാത്തതായിരുന്നില്ല അവരുടെ അതിക്രമം? അല്ല, അല്ല. ന്യായപ്രമാണം അവർക്ക് അനുസരിക്കാൻ ഒക്കാത്തതാണ് ദൈവം കൊടുത്തത്. 1500 വർഷം അവർക്ക് കൊടുത്തിട്ടും അനുസരിക്കാൻ പറ്റിയില്ല. ഇനി ഒരു 1500 കൊടുത്തായിരുന്നേലും പറ്റിയില്ലായിരുന്നു. റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും പൗലോസ് പറയുന്നു, മനുഷ്യൻ അനുസരിക്കാൻ കഴിയുന്ന ന്യായപ്രമാണമല്ല ദൈവം കൊടുത്തത്. ന്യായപ്രമാണ ലംഘനമല്ല അവരുടെ പാപം. അവർക്ക് വേണ്ടി ന്യായപ്രമാണം നിവർത്തിച്ച ദൈവപുത്രനായ വാഗ്ദത്ത മശിഹായെ അവർ തള്ളിക്കളഞ്ഞതാണ്. വായിച്ചോളൂ, യോഹന്നാൻ 1:9-10-11. ജോൺ 1:10-11. സാധാരണ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഈ ചോദ്യത്തിന് മുമ്പിൽ ഒന്നും കൂടെ. അവൻ ലോകത്തിൽ ഉണ്ടായിരുന്നു, ലോകം അവൻ മുഖാന്തരം ഉളവായി, ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ നിൽക്കണേ സുജ. 2 കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. 2 അല്ല 3 കാര്യം. 10-ാം വാക്യം പറയുന്നു, യേശു താൻ സൃഷ്ടിച്ച ലോകത്തിലുണ്ടായിരുന്നു. പക്ഷേ യേശുവിന്റെ സൃഷ്ടിയായ ലോകം യേശുവിനെ, സ്രഷ്ടാവിനെ അറിഞ്ഞില്ല. ഓക്കെ, പോട്ടെ, അത് വേണ്ട, അറിയണ്ട. 11-ാം വാക്യം, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. സൃഷ്ടി സ്രഷ്ടാവിനെ അറിയാതിരുന്നു. അതൊരു ബൃഹത്തായ ലോകമാണ്. അറിഞ്ഞില്ല. ദൈവത്തിന് അത്രയും വലിയ വിഷമമില്ല. അതുകൊണ്ട് അവൻ രണ്ടാമത് സ്വന്തമായതിലേക്ക് വന്നു. ആരാ സ്വന്തം? ഇസ്രായേൽ, യഹൂദൻ. പക്ഷേ സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. എന്ന് പറഞ്ഞാൽ തിരസ്കരിച്ചു, എന്ന് പറഞ്ഞാൽ തള്ളിക്കളഞ്ഞു. ഇതിനോട് ചേർത്ത് സങ്കീർത്തന ഭാഗവും കൂടെ ഓർക്കണം. പത്രോസ് എടുത്തു പറയുന്ന ഭാഗവും കൂടെ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല്. യേശുവിനെ യഹൂദൻ എന്ത് ചെയ്തു? തള്ളിക്കളഞ്ഞു. അവിടെയാണ് 12-ാം വാക്യം പ്രസക്തമാകുന്നത്. സൃഷ്ടി സ്രഷ്ടാവിനെ അറിയാതെയും സ്വന്തമായവർ സ്വന്തമായവനെ കൈക്കൊള്ളാതെയും ഇരുന്നപ്പോൾ സ്വന്തമല്ലാത്ത നമുക്ക് വേണ്ടി ദൈവം ഒരു വലിയ വാതിൽ തുറന്നു തന്നു. നമ്മോട് പറഞ്ഞു, നിങ്ങൾ ആരെങ്കിലും അവനെ കൈക്കൊണ്ടാൽ, ഓർക്കണം, സ്വന്തക്കാർ കൈക്കൊള്ളാതിരുന്നവനെ, സ്വന്തക്കാർ തള്ളിക്കളഞ്ഞവനെ അന്യരായ നാം കൈക്കൊണ്ടാൽ അത് നിമിത്തം പിതാവ് നമ്മെയും മക്കളായി കൈക്കൊള്ളും എന്നൊരു വാഗ്ദത്തം. അതാണ് 12-ാം വാക്യം. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കൾ ആകുവാൻ അവൻ അധികാരം കൊടുത്തു. ഏവർക്കും. അവിടെയും യഹൂദനെ മാറ്റി നിർത്തിയിട്ടില്ല. ഏവർക്കും എന്നുള്ളതിൽ യഹൂദനും ഉൾപ്പെടുന്നു. ആർക്കും. യോഹന്നാൻ പറയുന്ന പ്രയോഗങ്ങൾ കണ്ടോ? ഇവിടെ കണ്ടോ? ഏവർക്കും. 3:16 ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും. കണ്ടോ? ഏവനും. അപ്പൊ ഇതിനകത്തൊന്നും യഹൂദനെ കർത്താവ് നിരസിക്കുന്നില്ല, തള്ളിക്കളയുന്നില്ല. ഇത്രയും മനസ്സിലായല്ലോ. ഇനിയും 3-ാം അധ്യായത്തിലേക്കും കൂടെ വന്നാട്ടെ. 3:16 നമുക്കറിയാം, ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. തന്റെ ഏകജാതനായ പുത്രനിൽ, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും
നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് ദൈവം ഏകജാതനായ പുത്രൻ യേശുക്രിസ്തുവിനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ഇനി 17-ാം വാക്യം തൊട്ടൊന്ന് വായിച്ചു സുജയ്. ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രേ. ഉദ്ദേശം മനസ്സിലായല്ലോ? എന്തല്ല എന്താണ്. പക്ഷേ അടുത്ത വാക്യം, അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. ഇതാണ് ന്യായവിധി. രക്ഷയ്ക്ക് ദൈവം നൽകിയ ഏക മാർഗമായ ദൈവപുത്രനെ വിശ്വസിക്കാതിരിക്കുക. അടുത്ത വാക്യവും കൂടെ. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. വെളിച്ചത്തെക്കാൾ അവരെന്ത് ചെയ്തു? ഇരുളിനെ സ്നേഹിച്ചു. അപ്പോൾ ഇതാണ് അവരുടെ പാപം. എന്തേ? സ്വന്തമായതിലേക്ക് വന്ന മശിഹായെ സ്വന്തമായ യഹൂദൻ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ടിരുന്നെങ്കിൽ ന്യായപ്രമാണം ഒന്നും അനുസരിക്കാതിരുന്ന പാപം അവരുടെ മേൽ കണക്കിടുകയില്ലായിരുന്നു. എന്താണ് അവരുടെ പാപം? ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി വന്നവനെ അവർ കൈക്കൊണ്ടില്ല. 2-3 നമ്മൾ വായിച്ചു, വിശ്വസിച്ചില്ല. 19-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു, ഇരുളിനെ വെളിച്ചത്തെക്കാൾ അധികം അവർ സ്നേഹിച്ചു. അപ്പോൾ ഒറ്റ വാക്കിൽ യഹൂദന്റെ അതിക്രമത്തെ തടസ്സം ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ അതിക്രമത്തിന് പരിഹാരം വരുത്തുക എന്നുള്ളത് അവരുടെ പാപക്ഷമയെക്കുറിച്ചാണ്. അവരുടെ പാപം മശിഹയെ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണെങ്കിൽ, അവരുടെ അതിക്രമം ക്ഷമിക്കേണ്ടതിന് എന്താ ചെയ്യേണ്ടത്? What to happen or how to finish their transgression? മശിഹായെ അംഗീകരിക്കണം. മശിഹായെ അംഗീകരിക്കണം, ഏറ്റുപറയണം. ഏറ്റുപറയണം. അതാണ് വേണ്ടത്. സ്തോത്രം. A national repentance, not a personal repentance of Jews, but a national repentance of Jews is required to put an end to their transgression. ഇസ്രായേൽ ഒരു രാഷ്ട്രമെന്ന വണ്ണം അവരുടെ അതിക്രമത്തിന് തടസ്സം, അല്ലെങ്കിൽ അവരുടെ അതിക്രമത്തിന് അന്തം വരുത്തണമെങ്കിൽ അവർ രാഷ്ട്രീയമായി, അതായത് രാഷ്ട്രമായി, ദേശമായി മാനസാന്തരപ്പെടണം. നാഷണൽ റിപ്പന്റൻസ്. സ്തോത്രം. യേശുക്രിസ്തുവിന്റെ പരസ്യ ശുശ്രൂഷ കാലം മുതൽ തന്നെ വ്യക്തിപരമായി പല യഹൂദന്മാരും യേശുവിൽ വിശ്വസിച്ചു. സഭയിൽ ധാരാളം യഹൂദന്മാർ വിശ്വസിച്ചു വന്നു. ഇന്നും നമ്മുടെ ഈ കാലഘട്ടത്തിലും ധാരാളം യഹൂദ ക്രിസ്ത്യാനികൾ ഉണ്ട്. ധാരാളം യഹൂദ ക്രിസ്ത്യാനികൾ ഉണ്ട്. പക്ഷേ ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ യേശുവിനെ വിശ്വസിക്കുകയോ അവരുടെ പാപങ്ങളിൽ നിന്ന് മാനസാന്തരപ്പെടുകയോ ചെയ്യുന്നുണ്ടോ? ഇല്ല. അത് സംഭവിക്കുന്നത് യെശയ്യ 59-ന്റെ 20-ാമത്തെ വാക്യവും 21-ാം വാക്യവും, ഐശയ്യ 59, 20 and 21.
എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ മേലുള്ള എൻ്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. 20-ാം വാക്യം കണ്ടോ? എന്താണ് ദൈവം വാഗ്ദത്തം ചെയ്യുന്നത്? അതിക്രമം വിട്ടുതിരിയുന്നവർക്ക് അവൻ രക്ഷിതാവായി വരും. അതിക്രമം വിട്ടുതിരിയുന്നവർ. 27-ന്റെ 9-ാമത്തെ വാക്യം, 27:9. ഐഷയ. ഇതുകൊണ്ട് യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരും. അവന്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിന്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിന്റെ കല്ലൊക്കെയും ഇടിച്ചു തകർത്ത് ചുണ്ണാമ്പ് കല്ല് പോലെ ആക്കുമ്പോൾ അശേര പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്നു നിൽക്കുകയില്ല. യാക്കോബിൽ നിന്ന് അകൃത്യത്തെ മാറ്റിക്കളയും. ഐഷയ 27:9. യെശയ്യാ 27-ന്റെ 9-ാമത്തെ വാക്യമാണ് നമ്മൾ വായിച്ചത്. യാക്കോബിൽ നിന്ന് അകൃത്യത്തെ നീക്കിക്കളയുന്ന ഒരവസ്ഥ. എപ്പോഴാണത്? രാഷ്ട്രീയമായി. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ദേശമായിട്ട് ഒന്നടങ്കം ഇസ്രായേൽ ആസ് എ നേഷൻ, ഒരു ദേശം, ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഇസ്രായേൽ മാനസാന്തരപ്പെടും. സെഖരിയാവ് അതെപ്പോൾ സംഭവിക്കും? രാഷ്ട്രീയമായി അല്ലെങ്കിൽ ദേശീയമായി ജീവിച്ചിരിക്കുന്ന മുഴുവൻ യഹൂദന്മാരും ഒരു രാഷ്ട്രം എന്ന നിലയിൽ, ഇസ്രായേൽ ദേശം എന്ന നിലയിൽ എപ്പോഴാണ് മാനസാന്തരപ്പെടുക? കുത്തിയവങ്കിലേക്ക് നോക്കുന്ന സമയത്ത്. അതെ, സെഖരിയാവ് 12:10. സെഖറായ 12:10. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെ മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരും. തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും. ദൈവം അവർക്ക് മാനസാന്തരത്തിന്റെ ആത്മാവിനെ കൊടുക്കും. അന്ന് എപ്പോൾ? കുത്തിയവങ്കിലേക്ക് അവർ നോക്കി, അയ്യോ ഇവനായിരുന്നല്ലോ ഞങ്ങളുടെ മശിഹ, പക്ഷെ ഞങ്ങൾ അവനെ ക്രൂശിച്ചു കൊന്നല്ലോ എന്ന് അനുതാപത്തോടെ അവരുടെ പിതാക്കന്മാരുടെ പാപം ഇസ്രായേൽ ഒരു രാഷ്ട്രം എന്ന നിലയിൽ ചെയ്തു കൂട്ടിയ, ഇസ്രായേൽ ഒരു മതം എന്ന നിലയിൽ ചെയ്തു കൂട്ടിയ ഏറ്റവും വലിയ പാപത്തെ അംഗീകരിച്ച് മശിഹായെ സ്വീകരിക്കുന്നതിലൂടെ, യേശുവിനെ മശിഹയായി സ്വീകരിക്കുന്നതിലൂടെ അവരുടെ മാനസാന്തരം പൂർണ്ണമാവുകയാണ്. ഇത് സംഭവിച്ചോ ഇതുവരെ? ഇല്ല. ഇതെപ്പോൾ മാത്രമേ സംഭവിക്കുള്ളൂ? കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ. കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ മാത്രം. When Christ will come in glory to this earth, not even in the mid-air coming. When Christ will come to this planet earth again. ഒലിവുമലമേൽ യേശു പാദങ്ങൾ വെക്കുന്ന ഭൂമിയിലേക്കുള്ള വരവിങ്കൽ മാത്രമേ ഈ ഭൂവാസികൾക്ക് യേശുവിനെ കാണാൻ പറ്റൂ. ഭൂവാസികൾക്ക് യേശുവിനെ കാണാൻ പറ്റും.
അന്ന് മാത്രമേ അവർ ഈ യേശുവിനെ കൈക്കൊള്ളൂ. അതെ, അതാണ് 14:4 പറയുന്നത്. യേശു ഒലിവുമലമേൽ പാദങ്ങൾ വെക്കുന്നതും ഭൂമിയിലേക്ക് യേശു മടങ്ങി വരുന്നതും. സ്തോത്രം. അന്നായിരിക്കും അവർ യേശുവിനെ കണ്ട് യേശു തന്നെയായിരുന്നു മശിഹ എന്ന് ഏറ്റുപറഞ്ഞ് മാനസാന്തരപ്പെടുന്നു. അവർ അങ്ങനെ മാനസാന്തരപ്പെടുമ്പോൾ അവരുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുകയാണ്. അത് ഇതുവരെ നടന്നിട്ടില്ല. അതിന്റെ അർത്ഥം 70 ആഴ്ചവട്ടങ്ങൾ ദൈവം നിയമിച്ചത് നിവർത്തിയായിട്ടില്ല. റോമാലേഖനം 11:26 27 കൂടെ വായിച്ചാട്ടെ. റോമൻസ് 11:26 and 27. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. കണ്ടോ, പ്രവചനങ്ങളെ പൗലോസ് കൊണ്ടുവന്ന് കൂട്ടിമുട്ടിക്കുന്നത് എവിടെയാ? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഇസ്രായേലിന്റെ അകൃത്യത്തെ വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരുമ്പോൾ പോക്കുന്ന അവസ്ഥ. അത് യേശുവിന്റെ ഒന്നാമത്തെ വരവിൽ സംഭവിച്ചില്ല. പകരം യേശുവിന്റെ ഒന്നാം വരവിൽ അവർ മാനസാന്തരപ്പെടാൻ മനസ്സില്ലാതെ ജീവനായകനെ, രക്ഷാനായകനെ, നീതിമാനായവനെ എന്ത് ചെയ്തു? ക്രൂശിച്ചു കൊന്നേതു. അപ്പോൾ 70 ആഴ്ചവട്ടങ്ങൾ ഇസ്രായേലിന്റെ സമ്പൂർണ്ണ യഥാസ്ഥാനത്വത്തിനായി നിയമിച്ചിരിക്കുന്ന 6 ഉദ്ദേശങ്ങൾ. അതിൽ ഒന്നാമത്തേതാണ് നമ്മൾ കണ്ടത്. അത് ഇതുവരെ നിവർത്തിയായിട്ടില്ലെന്നും അത് നിവർത്തീകരിക്കുന്നത് യേശുവിനെ മശിഹയായി യഹൂദൻ മൊത്തമായിട്ട് അംഗീകരിച്ച് മാനസാന്തരപ്പെടുമ്പോൾ മാത്രമാണെന്നും കണ്ടു. അത് നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എങ്കിൽ രണ്ടാമത്തെ ഉദ്ദേശവും കൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തേതിൽ ഇത്രയും പറഞ്ഞതുകൊണ്ട് രണ്ടാമത്തേതിന് അധികം വിശദീകരണത്തിന്റെ ആവശ്യമില്ല. രണ്ടാമത്തെ ഉദ്ദേശം എന്താണ്? യെരൂശലേം എന്ന വിശുദ്ധ നഗരം. അല്ല അല്ല, പാപങ്ങളെ മുദ്രയിടുവാനും. പാപങ്ങളെ മുദ്രയിടുക. ദാനിയേൽ 9:24 70 ആഴ്ചവട്ടങ്ങൾ എന്തിനു വേണ്ടി നിയമിച്ചിരിക്കുന്നു എന്ന 6 ഉദ്ദേശങ്ങളെ പറ്റി പറയുന്നത്. മനസ്സിലാക്കാൻ വേണ്ടി ആദ്യം ഞാനൊന്ന് പറഞ്ഞേക്കാം. ഒന്ന്, അതിക്രമത്തെ തടസ്സം ചെയ്യുക, അതായത് ടു ഫിനിഷ് ആൻഡ് എൻഡ് ടു ട്രാൻസ്ഗ്രഷൻ. 2, പാപങ്ങളെ മുദ്രയിടുക, ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ. 3, അകൃത്യത്തിന് പ്രായശ്ചിത്തം വരുത്തുക, അറ്റോൺ ഫോർ ട്രാൻസ്ഗ്രഷൻ, ഓക്കെ, ഓർ ഇനിക്വിറ്റി. 4, നിത്യ നീതി നടപ്പാക്കുക, ടു ബ്രിങ് അബൌട്ട് ഇറ്റേണൽ റൈച്ചസ്നെസ്. 5, ദർശനം, പ്രവചനം എന്നിവയെ മുദ്രയിടുക, ടു സീൽ വിഷൻസ് ആൻഡ് പ്രൊഫസീസ്. 6-ാമത്തേതാണ് അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുക, ടു അനോയിന്റ് ദ മോസ്റ്റ് ഹോളി. ഇത് 24-ാം വാക്യത്തിൽ പറയുന്ന കാര്യമാണ്. ദാനിയേൽ 9:24 കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ, ഈ 6 ഉദ്ദേശങ്ങൾ, ഇവ നിവർത്തിയായോ എന്ന് നോക്കിയാൽ 70 ആഴ്ചവട്ടം പൂർത്തിയായോ എന്ന് നമുക്കറിയാം. അത് പൂർത്തിയായിട്ടില്ല എങ്കിൽ
69 പൂർത്തിയായെന്നുള്ളതിന് ഒന്ന് സംശയമില്ലല്ലോ. അഭിഷിക്തൻ ഛേദിക്കപ്പെട്ടതോടുകൂടെ 69 പൂർത്തിയായി. പ്രശ്നം വരുന്നത് ഒടുവിലത്തെ ഒരാഴ്ചത്തെ. അതും കൂടെ പൂർത്തിയായെങ്കിൽ ഈ 6 കാര്യങ്ങൾ നടന്നിരിക്കണം. നടന്നിട്ടില്ലെങ്കിൽ 70 ആഴ്ചവട്ടങ്ങൾ പൂർത്തിയായിട്ടില്ല. അല്ലെങ്കിൽ പിന്നെ ദാനിയേൽ ചുമ്മാ ഒരു നോവൽ പോലെ എഴുതി വെച്ചേക്കുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കണം. അതിൻ്റെതായാലും ഞാൻ തയ്യാറല്ല, നമ്മൾ തയ്യാറല്ല. നമുക്കറിയാം ദൈവവചനം, ബൈബിൾ ദൈവശ്വാസീയമായതും മാറ്റമില്ലാത്തതും തെറ്റിക്കൂടാത്തതും നശിച്ചുകൂടാത്തതും നമ്മുടെ രക്ഷയ്ക്ക് പര്യാപ്തവുമായ ദൈവവചനമാണെന്ന്. ഈ 5 കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകാതിരിക്കാൻ ഞാൻ ഓർപ്പിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ 6 കാര്യങ്ങൾ നിവർത്തിക്കപ്പെടണം. അതിൽ ഒന്നാമത്തേത് നമ്മൾ കണ്ടു, അത് ഇതുവരെ പൂർണ്ണമായിട്ടില്ല. രണ്ടാമത്തേതാണ് നമ്മൾ ഇപ്പോൾ നോക്കുന്നത്. അതോടെ പറഞ്ഞ് ഞാൻ നിർത്താം. സ്തോത്രം. സമയം ഏകദേശം ആയി. ഇനി ഒരു 3 മിനിറ്റേ ഉള്ളൂ. എങ്കിലും ഒരു 5 മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. പാപങ്ങളെ മുദ്രയിടുക. ടു മേക്ക് ആൻ എൻഡ് ഓഫ് സിൻ. ഒന്നാമത്തെ കാര്യം ഇത്രയും വിശദമാക്കിയത് കൊണ്ട് രണ്ടാമത്തേത് മനസ്സിലാക്കാൻ എളുപ്പം. എഗെയിൻ ചോദ്യം, ഇസ്രായേലിന്റെ പാപം എന്താണ്? മശിഹായെ തള്ളിക്കളഞ്ഞു. യേശുവിനെ കൈക്കൊണ്ടില്ല, അവനിൽ വിശ്വസിച്ചില്ല. യേശു വാഗ്ദത്ത മശിഹ എന്ന് അവര് വിശ്വസിച്ചില്ല, അംഗീകരിച്ചില്ല. അങ്ങനെയാണെങ്കിൽ ടു പുട്ട് ആൻ എൻഡ് ഓഫ് സിൻ, പാപങ്ങളെ മുദ്രയിടുക. ആരുടെ പാപത്തെയാണ്? ജ്യൂസ്, ഇസ്രായേലിന്റെ. എന്ന് പറഞ്ഞാൽ ആസ് എ നേഷൻ, നാഷണലി, ദേശീയമായി ഇസ്രായേലിന്റെ പാപത്തെ മുദ്രയിടുക എന്ന് പറഞ്ഞാൽ എപ്പോഴാണത് സംഭവിക്കുക? ഒന്നാം വാക്യം നമ്മൾ കണ്ടതുപോലെ, ഒന്നാം ഉദ്ദേശം നമ്മൾ കണ്ടതുപോലെ, അവർ രാഷ്ട്രീയമായി അല്ലെ രാഷ്ട്രമായി മാനസാന്തരപ്പെട്ട യേശുവിനെ അംഗീകരിക്കുന്നതോടുകൂടെ അവരുടെ പാപം കർത്താവ് എന്നേക്കുമായി ക്ഷമിക്കുന്നു, എന്നേക്കുമായി ക്ഷമിക്കുന്നു. സ്തോത്രം. നമ്മൾ കണ്ടു അതും സംഭവിക്കുന്നത് എപ്പോൾ? സ്തോത്രം. വെളിപ്പാട് 1:7. നമ്മളിപ്പോൾ സെഖരിയ 12:10 വായിച്ച അതേ കാര്യം അവിടെ എടുത്തെഴുതിയിരിക്കുന്നു. അവൻ മേഘാരൂഢനായി വരുന്നു, എല്ലാ കണ്ണും അവനെ കാണും, അവനെ കുത്തിത്തുളച്ചു വരും. അവര് നമ്മളെ സെഖരിയാവിൽ കണ്ടു, മാറത്തടിച്ച് ഏകജാതനായ മകൻ മരിക്കുമ്പോൾ അപ്പനും അമ്മയും ചങ്കു പൊട്ടിക്കരയുന്നത് പോലെ കരയും, ചങ്കു പൊട്ടിക്കരയും പോലെ കരയും. അത് കൂടാതെ ഒരു കാര്യവും കൂടെ ഈ രണ്ടാമത്തെ വിഷയത്തിലുണ്ട്. പാപങ്ങളെ മുദ്രയിടുക, പാപത്തിന് അവസാനം വരുത്തുക. ഇന്ന് പാപത്തിന് കാരണക്കാരനാരാ? സാത്താനാണ്, സാത്താൻ. എന്നാൽ ഇത് സംഭവിക്കുമ്പോൾ പാപത്തിന് കാരണക്കാരനായ പിശാചിനെ ജനത്തെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് ബന്ധിക്കുക കൂടെ ചെയ്യും. പാപത്തിന്റെ കാരണക്കാരനായ പിശാചിന്റെ ബന്ധനവും ഈ കൂട്ടത്തിലുണ്ട്. നമുക്കറിയാം എപ്പോഴാണ് അവനെ ബന്ധിക്കുക എന്ന്. വെളിപ്പാട് 20:1 തൊട്ട് 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാം.
കർത്താവിന്റെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് തൊട്ടു മുൻപ് പാപത്തിന്റെ ഉറവിടമായ, പാപത്തിന്റെ കാരണക്കാരനായ പിശാചിനെ ലോകത്തിൽ നിന്ന് തന്നെ മാറ്റുന്നു. നരകത്തിലേക്ക് തള്ളിക്കളയുന്നില്ല, അതിന് വീണ്ടും സമയമുണ്ട്. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമേ ഉള്ളൂ. എന്നാൽ 1000 ആണ്ടേക്ക് മനുഷ്യനെ വഞ്ചിക്കാതിരിപ്പാൻ, അങ്ങനല്ലേ വായിക്കുന്നത്? 1-ാം വാക്യം ഒന്ന് വായിച്ചോളൂ. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. സ്തോത്രം. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ, മനുഷ്യരെ വഞ്ചിക്കാതിരിപ്പാൻ. കാരണം ഇനിയിപ്പം ജാതികളെ വഞ്ചിക്കുന്നതേ ഉള്ളവന്. കാരണം യഹൂദൻ പൂർണ്ണമായും ആ സമയത്തോടുകൂടെ രക്ഷിക്കപ്പെട്ട് കഴിയും. യഹൂദൻ ആ സമയത്തോടുകൂടെ പൂർണ്ണമായും മാനസാന്തരപ്പെട്ട് കഴിയും. യഹൂദന്റെ അപരാധം, പാപം പൂർണ്ണമായും ക്ഷമിക്കപ്പെട്ട് കഴിയും ആ സമയത്തോടുകൂടെ. അതുകൊണ്ട് പിന്നെ ഇവനെ വഞ്ചിക്കാൻ സാധിക്കുന്നത് ആരെ മാത്രമേ ഉള്ളൂ? ജാതികളെ. അതിനുപോലും അനുവദിക്കാതെ സാത്താനെയും കൂടെ ബന്ധിക്കുന്ന ഒരവസ്ഥ ഈ 2-ാമത്തേതിനകത്ത് നമുക്ക് മനസ്സിലാക്കാം. യഹൂദനും പുറമെ. എന്നാൽ അതിനു മുമ്പ് തന്നെ യഹൂദന്റെ പാപം അതിന് അവസാനം വരുത്തി കഴിയും. അപ്പോൾ ഒരു രാഷ്ട്രം എന്ന നിലയിൽ യഹൂദൻ മാനസാന്തരപ്പെടുന്നതും അവരുടെ അകൃത്യത്തെ കർത്താവ് എടുത്തു മാറ്റുന്നതും അവരുടെ പാപത്തെ മോചിക്കുന്നതും അവരുടെ പാപം നിമിത്തം അവർക്ക് കൊടുത്ത ശിക്ഷയിൽ നിന്ന് അവരെ എന്നേക്കുമായി മോചിപ്പിക്കുന്നതുമായ സംഭവങ്ങളാണ് ഈ 1-ാമത്തേതും 2-ാമത്തേതും. അത് രണ്ടും ഇതുവരെ സംഭവിച്ചോ? ഇല്ല. ഇത് രണ്ടും സംഭവിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവിൽ മാത്രമേ ഉള്ളൂ. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, 70 ആഴ്ചവട്ടങ്ങൾ തീർന്നിട്ടില്ല. 70 ആഴ്ചവട്ടങ്ങൾ തീരുന്നത് യേശുക്രിസ്തുവിന്റെ ഭൂമിയിലേക്കുള്ള വരവോടുകൂടെയേ ഉള്ളൂ. ആ വരവിന് മുമ്പ് യേശു വന്ന് സഭയെ തൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അതുകൊണ്ട് നാം മഹോപദ്രവത്തിന് മുൻപ് യേശുവിന്റെ മേഘപ്രത്യക്ഷത ഉണ്ടാകുമെന്നും സഭയുടെ എടുക്കപ്പടിയിൽ സംഭവിക്കുമെന്നും ആശയോടെ കാത്തിരിക്കുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ ഒരുപക്ഷെ വ്യക്തമായി കാണുമല്ലോ. സ്തോത്രം. ബാക്കി 4 കാര്യങ്ങളുണ്ട്. അത് കർത്താവ് ഒന്നില്ലെങ്കിൽ നമുക്ക് നാളെ ചിന്തിക്കാം. ഇന്നത്തേതിൽ സംശയങ്ങളുണ്ടെങ്കിൽ നാളെ ചോദിച്ചാലും, സമയം ഇന്ന് മുമ്പോട്ട് പോയതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, നിങ്ങൾ ചിലർക്ക് ഒരു പക്ഷേ ലേറ്റ് ആയേക്കാം എന്നതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. സ്തോത്രം. കർത്താവിന്റെ വരവിൻ പ്രത്യാശയോടെ നമുക്ക് മുൻപോട്ട് പോകാം. ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.